ഓമനിച്ച് കൊതി തീരും മുൻപേ നഷ്ടമായ 2.5 വയസ്സുകാരൻ മകൻ, ഒപ്പം ഭാര്യയുടെ അച്ഛൻ, അമ്മ, അങ്ങനെ ഒരു വലിയ ദുഃഖത്തിലാണ് വയനാട് വടുവഞ്ചാൽ സ്വദേശി അബിൻ ഇവിടെ ആശുപത്രിയിൽ ഉണ്ട്. ഓരോ ആംബുലൻസ് വരുമ്പോഴും അബിൻ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് ആ സംഭവം എന്ന് പറയാമോ? ഈ ഉരുൾപൊട്ടലുണ്ടാകുന്ന സമയത്ത് ചൂരൽമലയിലായിരുന്നു വൈഫിൻ്റെ വീട് ചൂരൽമലയിലാണ്. ചൂരൽമലയിൽ സ്കൂൾ റോഡ് എന്ന് പറഞ്ഞ ആ സ്ഥലത്താണ് വൈഫിൻ്റെ വീട്. ഞാൻ കല്യാണം കഴിച്ച് അങ്ങോട്ട് കൊണ്ടുപോയതാണ്. വടുവഞ്ചാൽ തോമാട്ടുചാലാണ് എൻ്റെ വീട്. ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേന്ന് ഞായറാഴ്ച, അതിന് മുന്നത്തെ ദിവസം എന്നോട് പറഞ്ഞു എനിക്കൊന്ന് വീട്ടിൽ പോകണം, കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകാറുള്ളതാണ്. ഞായറാഴ്ച ഞാൻ അവരെയും കൂട്ടിയിട്ട്, വൈഫിനെയും മോനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് ചുരൽമലയിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ അവിടെ ഞാൻ ചെല്ലുമ്പോഴൊന്നും അങ്ങനെ മഴയോ കാര്യങ്ങളോ അങ്ങനെ കാര്യമായിട്ട് അവിടെ ഇല്ല. ഞാൻ അവിടെ അച്ഛനോട് ചോദിച്ചു ഇവിടെ എന്താ സ്ഥിതി മഴ എന്ന് ചോദിച്ചു. ഞാൻ കോഴിക്കോട് കുഴപ്പമില്ലാത്ത മഴ ഉണ്ടായിരുന്നു ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഇവിടെ അങ്ങനെ കാര്യമായിട്ട് മഴ എന്ന് പറയാനില്ലയെന്ന് പറഞ്ഞ്. പുഴയിൽ വെള്ളം കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നങ്ങനെ നോക്കി, ലൈറ്റൊക്കെ ഇട്ട് നോക്കിയപ്പോൾ പുഴയിലിങ്ങനെ കലങ്ങിയിട്ട് വെള്ളം പോകുന്നുണ്ട്. പിന്നെ അങ്ങനെ ഞാനങ്ങ് ബസ് കയറി ഞാൻ നേരെ പോയി കോഴിക്കോട് എത്തി. പിന്നെ രാത്രി ഞാൻ അറിഞ്ഞിട്ടില്ല സംഭവം ഇത് നടന്നത്. പുലർച്ചയ്ക്ക് എന്നെ പിന്നെ എൻ്റെ നാട്ടിലുള്ളൊരു ആൾ വിളിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞു നീ എവിടെയാടാന്ന് ചോദിച്ചു. കാരണം ഞാൻ ഈ ചൂരൽമലയ്ക്ക് പോകുന്നത് അവർക്ക് അറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും തോന്നുന്നു എന്നെ വിളിച്ചിട്ട് നീ എവിടെയാന്ന് ചോദിച്ചു. ഞാൻ കോഴിക്കോടാണ് പറഞ്ഞു. അപ്പോൾ എടാ ചൂരൽമലയിൽ ഉരുൾ പൊട്ടിയിട്ടുണ്ട്. അവളുടെ ഒരു മാമൻ്റെ നമ്പറിൽ എനിക്ക് കോള് കിട്ടിയത്. മാമൻ കോളെടുത്ത് ഞാൻ ചോദിച്ചു മാമൻ എവിടെയുള്ള ചോദിച്ചു. അപ്പോൾ അബി എനിക്ക് അറിയില്ലടാ, ഞാൻ ഓടിയത് കുന്നിൻ്റെ മേലെ കയറി നിൽക്കുകയാണ്, മുഴുവൻ ഇരുട്ടാണ്, ഒന്നും കാണുന്നില്ല, ഭയങ്കര മഴയാണെന്ന്. ഞാൻ ചോദിച്ചു അവരെ സൗന്ദര്യനെ വീട്ടുകാരെ എവിടെയുള്ളതെന്ന് അറിയുമോ? അതൊന്നും അറിയില്ലടാ, ഒന്നും കാണുന്നില്ല, ഇവിടെ പെരും മഴ, കുന്നിൻ്റെ മേലെ കയറി നിൽക്കാമെന്ന് മാത്രമേ പറഞ്ഞു. എന്താ പറയുക, നമ്മളെ വീടിന്ന സ്ഥലമാണ് ഞാൻ നോക്കുന്നത്. പക്ഷെ ഇങ്ങനെ നോക്കിയാൽ നിരന്ന് കിടക്കുക, ഫുള്ള് പാറയാണ്. പാറക്കൂട്ടവും ഈ മരങ്ങളും മാത്രമേ കാണുന്നുള്ളൂ. നമ്മളെ വീട് എവിടെ ഇരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ അവിടെ നിന്ന് ഉടനെ ഞാൻ വേറെ വണ്ടി എടുത്ത് ഇങ്ങോട്ട് ഇവിടെ വന്ന് ആദ്യം ക്യാമ്പിലൊക്കെ അന്വേഷിച്ചു. ക്യാമ്പിലൊന്നും അവർ പേരൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് വരുമായിരുന്നു. ഹോസ്പിറ്റലിൽ വന്ന ആൾക്കാരെയൊക്കെ പോയി നോക്കി, അതിലൊന്നും വന്നിട്ടില്ല. അപ്പം മുതലേ അന്വേഷിച്ച ആൾക്കാണ്. മകനെയും ഭാര്യയുടെ അച്ഛനെയും അല്ലേ കിട്ടാൻ? അല്ല, എൻ്റെ മോൻ 2 വയസ്സായിട്ടുള്ളൂ. മോനെ കിട്ടിയിട്ടില്ല. പിന്നെ വൈഫിൻ്റെ അമ്മേനെ കിട്ടിയിട്ടില്ല. അവരെ കൂടെ തന്നെ അവരെ തൊട്ടടുത്ത് തന്നെയായിരുന്നു അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ ചെറിയമ്മേനെ കിട്ടിയിട്ടില്ല. അവരെ വീട്ടിൽ അന്ന് വന്ന് താമസിച്ച വേറൊരു ചെറിയമ്മയുണ്ട്, അവരെയും കിട്ടിയിട്ടില്ല. അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഇവിടെ വന്നിരിക്കുകയാണ്. ഇത്ര ദിവസമായി ഓരോ ബോഡി വരുമ്പോൾ ഇങ്ങനെ പോയി നോക്കും, ആരെങ്കിലും ഉണ്ടോ എന്ന്. ഇതുവരെ ആരും കിട്ടിയിട്ടില്ല. ഒരു കുടുംബം ഒന്നാകെ അപകടത്തിൽപ്പെട്ട ആ ദുരന്ത കഥയാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും അങ്ങനെ കാത്തിരിക്കുന്നു. എത്രയും വേഗം അവരെ കണ്ടെത്താൻ കഴിയട്ടെ എന്ന പ്രതീക്ഷ മാത്രമാണ് നമുക്കും പങ്കുവയ്ക്കാനുള്ളത്. പേപ്പാടിയിൽ നിന്നും ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം ഫെലിക്സ് മാതൃഭൂമി ന്യൂസ്.